കോൺഗ്രസിനെയും ബിജെപിയെയും വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ആം ആദ്മി പാർട്ടി നേതാവും ഡൽഹി മുൻ മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ കടുത്ത വാക്പോരാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. താൻ രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറയുമ്പോൾ ബിജെപിയാണ് മറുപടി പറയുന്നതെന്നും ബിജെപിയും കോൺഗ്രസും തമ്മിലുള്ള ഒത്തുകളി ഈ തിരഞ്ഞെടുപ്പിൽ തുറന്നുകാട്ടുമെന്നും കെജ്രിവാൾ പറഞ്ഞു. തന്റെ പോരാട്ടം രാജ്യത്തെ രക്ഷിക്കാനാണെന്നും രാഹുൽ ഗാന്ധിയുടെ വിമർശനത്തിന് മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ലെന്നും കേജ്രിവാൾ വ്യക്തമാക്കി. കേജ്രിവാൾ പൊള്ളയായ വാഗ്ദാനങ്ങൾ മാത്രം നൽകുന്നുവെന്നും മോദിയെ പോലെ നിശബ്ദനാണെന്നുമായിരുന്നു രാഹുലിന്റെ വിമർശനം. ഡൽഹിയിലെ സീലാംപൂർ മേഖലയിൽ നടന്ന പൊതുയോഗത്തിൽ സംസാരിക്കവെയാണ് രാഹുൽ ഗാന്ധി കേജ്രിവാളിനെ വിമർശിച്ചത്. ജാതി സെൻസസിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഇരുവർക്കും മിണ്ടാട്ടമുണ്ടാകുന്നില്ലെന്ന് രാഹുൽ കുറ്റപ്പെടുത്തി. തുടർന്ന് കോൺഗ്രസ് ഡൽഹിയിൽ അധികാരത്തിലെത്തിയാൽ സംവരണ പരിധി വർദ്ധിപ്പിക്കുമെന്നും രാഹുൽ ഉറപ്പു നൽകിയിരുന്നു. അദാനി വിവാദങ്ങളിലും രാഹുൽ കേജ്രിവാളിനെ കടന്നാക്രമിച്ചു. അദാനിക്കെതിരെ യുഎസിൽ കേസെടുത്തപ്പോൾ കേജ്രിവാൾ ഒരക്ഷരം മിണ്ടിയില്ലെന്നും രാജ്യ തലസ്ഥാനത്തെ പാരീസ് ആക്കാമെന്ന് വാഗ്ദാനം നൽകിയ ശേഷം അഴിമതിയും മലിനീകരണവും വിലക്കയറ്റത്തിന്റെയും ഇടമാക്കിയെന്നും രാഹുൽ കുറ്റപ്പെടുത്തിയിരുന്നു. എന്നാൽ കോൺഗ്രസിനെ രക്ഷിക്കാനായി രാഹുൽ നടത്തുന്ന പോരാട്ടം മാത്രമാണിതെന്ന് കേജ്രിവാൾ പരിഹസിച്ചു. അതേസമയം 2015 മുതൽ ദില്ലിയിൽ അധികാരത്തിലിരിക്കുന്ന ആം ആദ്മി പാർട്ടി ഹാട്രിക് വിജയമാണ് ഇത്തവണ ലക്ഷ്യമിടുന്നത്. എന്നാൽ 27 വർഷത്തിനു ശേഷം ദേശീയ തലസ്ഥാനത്ത് വിജയിക്കാനാണ് ബിജെപിയുടെ ശ്രമം. മറുവശത്ത് 1998 മുതൽ 2013 വരെ ഭരിച്ച കോൺഗ്രസ് തിരിച്ചുവരവിനു വേണ്ടിയുള്ള നീക്കങ്ങളുമായാണ് മുന്നോട്ടു പോകുന്നത്. പൊളിറ്റിക്കൽ ഡെസ്ക്, ഇന്നറിയാൻ ന്യൂസ് കേരള.